ഇന്ന് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഓർഗൻസ ഫാബ്രിക്കിലുള്ള കളക്ഷൻസാണ് വരുന്നത് കേട്ടോ. ഓർഗൻസയിൽ ഫുൾ ബോഡിയിലും നല്ല ഫ്ലോറൽ പാറ്റേണിൽ ആപ്ലിക് വർക്കിലാണ് സാരീസ് വരുന്നത്. നല്ല ഡിസൈനർ പാർട്ടി വെയർ കളക്ഷൻസ് ആണ്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും വെബ്സൈറ്റ് ത്രൂ ഓർ വാട്സ്ആപ്പ് പർച്ചേസ് ചെയ്യാം. ഡെയിലി മോർണിംഗ് 10:30 ഇന്ത്യൻ ടൈം 10:30 AM ആൻഡ് ആഫ്റ്റർനൂൺ 1:30 PM ആണ് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് വിത്തിൻ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓവർസീസ് ഷിപ്പിംഗിന് മാത്രമേ എക്സ്ട്രാ ചാർജ് വരുള്ളൂ. വീഡിയോ കണ്ടു നോക്കാം. ഇന്നത്തെ ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആണ്. ഓർഗൻസ ഫാബ്രിക്കിൽ നല്ല ഫ്ലോറൽ ഡിസൈനിലാണ് ആപ്ലിക് വർക്ക് വരുന്ന സാരി കേട്ടോ. ഫസ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് ചിക്കു ആണ് സാരിയുടെ ടോൺ വരുന്നത്. ലൈറ്റ് ചിക്കുവിൽ ഒരു ഓഫ് വൈറ്റ് ആണ്. ഓഫ് വൈറ്റ് അല്ല, ഒരു ഓഫ് ക്രീമിലുള്ള ആപ്ലിക് വർക്ക് ആണ് ഫ്ലോറൽ ഡിസൈൻസിൽ വരുന്ന സാരി. ഫുള്ളി ഒരു സ്റ്റൈലായിരിക്കും. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ലോവർ ഏരിയ കംപ്ലീറ്റ് ആ ഒരു ആപ്ലിക് വർക്കിലായിരിക്കും വരുന്നത്. ഇതായിരിക്കും കേട്ടോ സാരിയുടെ ഒരു ക്ലോസർ ലുക്ക്. ഇങ്ങനെ വരും. ഈ ഒരു പാറ്റേണിലായിരിക്കും ഫ്ലോറൽ ഡിസൈനിൽ നല്ലൊരു ജാൽ പാറ്റേണിലാണ് ആപ്ലിക് വർക്ക് വരുന്നത് സാരിയിൽ. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. ഒരു ത്രെഡ് വ്യൂ പാറ്റേണിൽ ഒരു സോഫ്റ്റ് ചന്തേരിയിലാണ്. ചന്തേരി കോട്ടണിൽ ഒരു സെൽഫ് ത്രെഡ് വ്യൂ ഡിസൈൻസ് വരുന്നുണ്ട് ബ്ലൗസിൽ വരുമ്പോൾ. സെയിം കളറിൽ തന്നെ ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. സാരിയുടെ ഫാബ്രിക് വരുന്നത് ഓർഗൻസയാണ്. പല്ലു എല്ലാം സെയിം പാറ്റേൺ തന്നെ. അതേ ആ ഒരു ആപ്ലിക് വർക്ക് തന്നെയാണ് സാരിയുടെ മുന്താണിയിൽ വരുന്നത്. ഈ ഒരു ലുക്കായിരിക്കും വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. എല്ലാ സാരീസും ഓർഗൻസ തന്നെയാണ് സാരിയുടെ ഫാബ്രിക്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് അതിലൊരു ഫ്ലോറൽ ആപ്ലിക് വർക്ക് വരുന്ന സാരിയിൽ. ഈ ഒരു സ്റ്റൈലായിരിക്കും. മുകൾ ഭാഗം പ്ലെയിൻ ആയിരിക്കും. എല്ലാ സാരീസിനും ലോവർ ഏരിയയിലായിരിക്കും ഈ ഒരു ആപ്ലിക് വർക്ക് വരുന്നത്. സെയിം അതേ വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്താണിയിൽ വരികയാണ്. ഇതായിരിക്കും മുന്താണി വരുന്നത്. ഇതിന് ബ്ലൗസ് വരുന്നത് അതേ ആ ഒരു പാറ്റേണിൽ തന്നെ ചന്തേരിയിലാണ് സെൽഫ് ഡിസൈനിലുള്ള പ്രിന്റഡ് ബ്ലൗസ് വരുന്നത്. സെയിം ആ ഒരു പിങ്കിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. നല്ലൊരു പ്ലസ് ആൻഡ് യെല്ലോ ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത്. ഇതൊരു ഡ്യുവൽ കോമ്പിനേഷനിലാണ് സാരി വരുന്നത് കേട്ടോ. സാരിയുടെ മുകൾ ഭാഗം വരുമ്പോൾ ലൈറ്റ് യെല്ലോ വന്നിട്ട് താഴോട്ട് വരുമ്പോൾ ലോവർ ഏരിയ വരുമ്പോൾ കുറച്ച് ഒരു ഡാർക്ക് ടോണിലാണ് സാരി വരുന്നത്. ഈ ഒരു സ്റ്റൈലേക്ക് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ആണ് ലോവർ ഏരിയ വരുമ്പോൾ. അപ്പർ പോർഷൻ വരുമ്പോൾ ലൈറ്റ് ടോണിലായിരിക്കും വരുന്നത്. ആപ്ലിക് വർക്ക് തന്നെ കേട്ടോ ഫുൾ സാരി. സെയിം പാറ്റേണിൽ നല്ല ഫ്ലോറൽ ഡിസൈനിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ്. ഒരു ജാൽ ഡിസൈനിലായിരിക്കും ആപ്ലിക് വർക്ക് വരുന്നത്. സെൽഫ് ഡിസൈനിൽ തന്നെയുള്ള പ്രിന്റഡ് ബ്ലൗസ്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് നെക്സ്റ്റ് ടോൺ. ഡ്യുവൽ കോമ്പിനേഷൻ തന്നെ. ലൈറ്റ് ടോൺ വന്നിട്ട് താഴോട്ട് വരുമ്പോൾ ലോവർ ഏരിയയിൽ നല്ലൊരു ഡാർക്ക് ടോണിലായിരിക്കും വരുന്നത്. ഒരു ഷെയ്ഡഡ് പാർട്ടായിട്ടായിരിക്കും സാരി വരുന്നത്. ഈ ഒരു പാറ്റേൺ ഇതിലും ആ ഒരു ഫ്ലോറൽ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. ഡിസൈൻ മാറുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. ആ ഒരു ജാൽ പാറ്റേണിൽ തന്നെയാണ് ആപ്ലിക് വർക്ക് വരുന്നത്. മുന്താണിയും അതെ സെയിം സ്റ്റൈലിൽ തന്നെ. പ്രിന്റഡ് ബ്ലൗസ്. വീണ്ടും ഡ്യുവൽ കോമ്പിനേഷനിൽ തന്നെ കേട്ടോ നെക്സ്റ്റ് സാരി വരുന്നത്. ഇത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലും നല്ല കളർ ടോണിലാണ് വരുന്നത്. ഇതിന്റെ അപ്പർ പോർഷൻ വരുമ്പം ചിക്കു ആണ്. ലൈറ്റ് ചിക്കു ഷെയ്ഡ് വന്നിട്ട് താഴോട്ട് വരുമ്പം നല്ലൊരു റോസ് ഗോൾഡും മാവ് ടോണും കൂടി ചേർന്ന് വരുന്ന ഒരു കളർ ടോണിലോട്ടേക്കാണ് ലോവർ ഏരിയ വരുന്നത്. ഈ ഒരു പാറ്റേൺ വരും. നല്ലൊരു ഷെയ്ഡഡ് പാർട്ടിലാണ് സാരി വരുന്നത്. ആപ്ലിക് വർക്ക് സെയിം തന്നെ. അതേ വർക്ക് തന്നെയാണ് സാരിയുടെ മുന്താണി ഫുൾ ആ ഒരു വർക്ക് വരുന്നുണ്ട്. ലോവർ ബോർഡറും കംപ്ലീറ്റ് ആ ഒരു വർക്കിലാണ് വരുന്നത്. ഇതായിരിക്കും വരുന്നത് സാരിയുടെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ആ ഒരു സെൽഫ് വീവിലാണ്. പ്രിന്റ് അല്ല കേട്ടോ, സോറി, ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞത് പ്രിന്റ് എന്നാണ്. പ്രിന്റ് അല്ല, ഇത് ത്രെഡ് വീവ് ആണ്. ത്രെഡ് വീവ് പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ ബ്ലൂവിന്റെ തന്നെ ഡിഫറെന്റ് വേരിയന്റാണ് വരുന്നത്. പൗഡർ ബ്ലൂ വിത്ത് സ്കൈ ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. അപ്പർ പോർഷൻ വരുമ്പോൾ ആ ഒരു പൗഡർ ബ്ലൂ ടോൺ വന്നിട്ട് ലോവർ ഏരിയ വരുമ്പോൾ സ്കൈ ബ്ലൂയിലോട്ടേക്ക് ആയിരിക്കും, ഡാർക്ക് ടോണിലോട്ടേക്ക് വരുന്നുണ്ട്. ഫുൾ ആ ഒരു ആപ്ലിക് വർക്ക് തന്നെ, ഫ്ലോറൽ ഡിസൈനിലുള്ള ആപ്ലിക് വർക്ക്. ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആട്ടോ ഇതെല്ലാം. നല്ല ഓർഗൻസയിൽ നമുക്ക് എലഗന്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ് വരുന്നത്. പല്ലു സെയിം പാറ്റേൺ. സെൽഫ് വീവിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. വീണ്ടും നല്ല ബ്യൂട്ടിഫുൾ കളർ പാരറ്റിലാണ് നെക്സ്റ്റ് സാരി വരുന്നത്. പേർപ്പിളിന്റെ തന്നെ ഡ്യുവൽ കോമ്പിനേഷൻ വന്നത്. ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷൻ. അപ്പോൾ പൂഷ്യം വരുമ്പോൾ ലൈറ്റ് പേർപ്പിൾ വന്നിട്ട് ലോവർ ഏരിയ വരുമ്പോൾ നല്ലൊരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള പേർപ്പിളിലായിരിക്കും വരുന്ന സാരി. സെയിം പാറ്റേൺ. ആപ്ലിക് വർക്ക് എല്ലാം സെയിം ഡിസൈൻ തന്നെ കേട്ടോ. സെൽഫ് വീവിൽ തന്നെയായിരിക്കും ലൈറ്റ് പേർപ്പിളിൽ വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പ്ലസ് ആൻഡ് കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. പീച്ചാണ്. പീച്ചിന്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും. മുകൾ ഭാഗം വരുമ്പോൾ ആ ഒരു ലൈറ്റ് ടോൺ വന്നിട്ട് ലോവർ ഏരിയ വരുമ്പോൾ നല്ലൊരു ഡാർക്ക് പീച്ചിലാണ് സാരിയുടെ കോമ്പിനേഷൻ. ഫുൾ ആ ഒരു ഫ്ലോറൽ ആപ്ലിക് വർക്ക് തന്നെയായിരിക്കും വരുന്നത്. ബോർഡറും ലോവർ ഏരിയ എല്ലാം കംപ്ലീറ്റ് ആ ഒരു സ്റ്റൈലിൽ തന്നെ സെൽഫ് ത്രെഡ് വീവിൽ തന്നെയാണ് ബ്ലൗസും വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ലെമൺ യെല്ലോ ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ സിംഗിൾ കളറിലാണ് സാരി വരുന്നത്. ഫുൾ ആ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ് തന്നെ വന്നിട്ട് അതൊരു ലൈറ്റ് ടോണിലായിരിക്കും ഫ്ലോറൽ ആപ്ലിക് വർക്ക് വരുന്ന സാരിയിൽ. മുന്താണി സെയിം പാറ്റേൺ. സെൽഫ് വീവിൽ തന്നെ ആയിരിക്കും. ലെമൺ യെല്ലോ തന്നെ സെൽഫ് വീവിലുള്ള ഫ്ലോറൽ ഡിസൈനിലായിരിക്കും ബ്ലൗസ് വരുന്നത്.
ലാവൻഡർ ടോണിലാണ് നെക്സ്റ്റ് സാരി. സെയിം പാറ്റേൺ തന്നെ കേട്ടോ. അപ്പർ പോർഷൻ എല്ലാം പ്ലെയിൻ വന്നിട്ട് ലോവർ ഏരിയയിലായിരിക്കും ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻ. മുന്താണി, ബ്ലൗസ് വരുന്നത് എല്ലാം ആ ഒരു സെൽഫ് വീവിൽ തന്നെ ഒരു ഫ്ലോറൽ ബുട്ടി വർക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്. സെയിം കളർ ലാവൻഡർ തന്നെയാണ്, ഡ്യുവൽ കോമ്പിനേഷനിലെ സാരി വരുന്നത് കേട്ടോ. ഇതിന്റെ മുകൾ ഭാഗം വരുമ്പോൾ ലൈറ്റർ ലാവൻഡർ, ലോവർ ഏരിയ വരുമ്പോൾ ഒരു ടോൺ ഡാർക്കർ ആയിട്ടായിരിക്കും ലാവൻഡർ ടോൺ വരുന്നത്. ആപ്ലിക് വർക്ക് എല്ലാം ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ബോർഡർ മുന്താണി എല്ലാം അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ആപ്ലിക് വർക്ക് വരുന്നത്. സെൽഫ് വീവിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു അക്വാ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇതിന്റെ ആപ്ലിക് വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും. മുകൾ ഭാഗത്തും ആ ഒരു ഫ്ലോറൽ ജാൽ ഡിസൈനിലുള്ള ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. ലോവർ ഏരിയയും വരുന്നുണ്ട് ആ ഒരു പാറ്റേൺ തന്നെ. ഈ ഒരു സ്റ്റൈലായിരിക്കും ആപ്ലിക് വർക്ക് വരുന്നത്. ഇനി ഈ ഒരു വർക്ക് ഡിസൈനിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഫുൾ സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. പല്ലു എല്ലാം അതേ പാറ്റേണിൽ തന്നെയാണ് ആപ്ലിക് വർക്ക് വരുന്നത്. സെൽഫ് വീവിൽ തന്നെയാണ്, സെയിം ആ ഒരു കളർ പാറ്റേണിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം ആ ഒരു ആപ്ലിക് വർക്കിൽ തന്നെ നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത് കേട്ടോ. അതേ പാറ്റേൺ തന്നെ. ഓർഗൻസ് ആണ് എല്ലാ സാരീസിനും ഫാബ്രിക് വരുന്നത്. നല്ലൊരു യെല്ലോ. മുന്താണി സെയിം പാറ്റേൺ. ബ്ലൗസ് ലാവൻഡർ ടോൺ ആണ് നെക്സ്റ്റ് സാരി. സെയിം ഡിസൈൻ തന്നെ കേട്ടോ. ആപ്ലിക് വർക്ക് വരുന്നത് സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും. നല്ലൊരു ജാൽ ഡിസൈനിലാണ് ഈ ഒരു ആപ്ലിക് വർക്ക് വരുന്നത്. മുന്താണിയും ബ്ലൗസും എല്ലാം അതേ പാറ്റേണിൽ തന്നെ. ബ്ലൗസ് പേസ്റ്റൽ പീച്ചാണ് നെക്സ്റ്റ് ടോൺ വരുന്നത്. സെയിം ഡിസൈൻ തന്നെ കേട്ടോ. ആപ്ലിക് വർക്ക് എല്ലാം സെയിം പാറ്റേണിൽ തന്നെ വരുന്നത്. പല്ലു വിത്ത് ബ്ലൗസ്. പിസ്ത ഗ്രീൻ ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത് കേട്ടോ. പിസ്ത ഗ്രീനിലും സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ആപ്ലിക് വർക്ക് വരുന്നത്. അതേ പാറ്റേൺ. മുന്താണി സെൽഫ് വീവിലാണ് എല്ലാ സാരീസിനും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു സിൽവർ ടിൻറ്റഡ് മൈൽഡ് ഗ്രേ ആണ് സാരിയുടെ കളർ. ഒരു എക്സാക്ട് കളർ പറയാനില്ല, പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ കളറാട്ടോ സാരി വരുന്നത്. ഇതിലും ആ ഒരു ആപ്ലിക് വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഇതിലൊരു ആപ്ലിക് വർക്ക് വരുന്നത്. അപ്പുറം ലോവറും ഈ ഒരു പാറ്റേൺ വന്നിട്ട് മിഡിൽ ഏരിയ വരുന്നത് പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. സെയിം അതേ പാറ്റേൺ തന്നെയായിരിക്കും മുന്താണിയിൽ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. സെൽഫ് വീവ് ഡിസൈനിലായിരിക്കും പ്രിന്റഡ് ബ്ലൗസ്. ത്രെഡ് വീവ് ഡിസൈനിലുള്ള ബ്ലൗസ്, നോട്ട് പ്രിന്റഡ് ബ്ലൗസ്. ലാവൻഡർ ടോൺ ആട്ടോ നെക്സ്റ്റ് വരുന്ന. ലാവൻഡർ ടോണിലും ആ ഒരു ആപ്ലിക് വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇത് വരുമ്പോഴും അപ്പർ പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ലോവർ ഏരിയ കംപ്ലീറ്റ് നല്ലൊരു പാറ്റേണിലാണ് ആപ്ലിക് വർക്ക് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ്. ഒരു ഓഫ് വൈറ്റിലായിരിക്കും ആപ്ലിക് വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും വരിക. അതേ വർക്ക് തന്നെയായിരിക്കും മുന്താണിയിലും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് മുന്താണിയിൽ വരുന്നത്. ഇതൊരു 28 ഡിഫറെന്റ് കളേഴ്സിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഓർഗൻസ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് വരുന്നത്. ഇതിൽ ഏതെങ്കിലും കളറിലുള്ള ബ്ലൗസ് നമ്മുടെ ഇതിൽ ഉറപ്പായിട്ടും കാണും. നമുക്കൊരു അഡീഷണൽ എഫേർട്ട് ഇല്ലാതെ നമുക്ക് ഏത് സാരിയും ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഇതിൽ മിക്കവാറും പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള കളേഴ്സ് നമ്മുടെ ഇതിൽ കാണുമല്ലോ. അതല്ലെങ്കിൽ ഓഫ് വൈറ്റ് കാണും. കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെയും ഡ്രേപ്പ് ചെയ്യാൻ പറ്റും. ഇതിന് ബ്ലൗസ് വരുന്നുണ്ട്. എല്ലാ സാരീസിനും ബ്ലൗസ് വരുന്നത് അതേ ആ ഒരു സെൽഫ് കളറിൽ ത്രെഡ് വീവ് ഡിസൈനിൽ തന്നെയായിരിക്കും വിത്ത് ബ്ലൗസ് വരുന്നത്. അക്വാ ഗ്രീൻ ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത് കേട്ടോ. അക്വാ ഗ്രീനിലും നല്ലൊരു പാറ്റേണിലാണ് ആപ്ലിക് വർക്ക് വരുന്നത്. ഇതിനും അപ്പർ പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ലോവർ ഏരിയ കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിലായിരിക്കും ആപ്ലിക് വർക്ക് വരുന്നത്. അതേ വർക്ക് തന്നെയായിരിക്കും മുന്താണിയിലും കണ്ടിന്യൂ ചെയ്ത് വരിക. ബ്ലൗസ് എല്ലാം സെയിം തന്നെയാണ്. സെൽഫ് വീവിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. പീച്ച് ആട്ടോ നെക്സ്റ്റ് കളർ വരുന്നത്. പീച്ചിലും സെയിം സ്റ്റൈലിൽ തന്നെയായിരിക്കും ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നത്. മുന്താണി സെയിം പാറ്റേൺ. ബ്ലൗസ് വരുന്നത് ആ ഒരു സെൽഫ് വീവിൽ തന്നെയാണ്. ത്രെഡ് വീവ് പാറ്റേണിലായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ആപ്പിൾ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ ലോവർ ഏരിയയിലായിരിക്കും ഫുൾ ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നത്. ഒരു ഓഫ് വൈറ്റിലാണ് വർക്ക് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻ, സെയിം സ്റ്റൈൽ പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് സിൽവർ ഗ്രേ ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെയാണ് ആപ്ലിക് വർക്ക് വരുന്നത്. സെയിം പാറ്റേൺ ആ ഒരു ഓഫ് വൈറ്റിൽ തന്നെയായിരിക്കും ഫ്ലോറൽ ഡിസൈനുള്ള വർക്ക് വരുന്നുണ്ട്. മുന്താണി, ബ്ലൗസ്. വളരെ മൈൽഡ് ആൻഡ് സോഫ്റ്റ് കളർ പാലറ്റിലാണ് നെക്സ്റ്റ് സാരി വരുന്നത്. ഒരു ലൈറ്റ് ടീൽ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ടീൽ ഗ്രീനിലും ഓഫ് വൈറ്റിൽ തന്നെയാണ് ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നത്. ഫുൾ സാരി സെയിം സ്റ്റൈലിൽ തന്നെ. മുന്താണിയും സെയിം പാറ്റേൺ തന്നെ. ത്രെഡ് വീവ് ഡിസൈനിലായിരിക്കും. സെയിം ടോണിൽ തന്നെയായിരിക്കും ആ ഒരു മൈൽഡ് ഗ്രീനിൽ വിത്ത് ബ്ലൗസ്. വീണ്ടും ആ ഒരു ടിൻറ്റഡ് സിൽവർ ഗ്രേ ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ. ആപ്ലിക് വർക്ക് എല്ലാം സെയിം പാറ്റേൺ തന്നെ. നല്ലൊരു സോഫ്റ്റ് കളർ പാറ്റേണിലാണ് വരുന്നത് വിത്ത് ബ്ലൗസ്.
നല്ലൊരു ബ്യൂട്ടിഫുൾ ബേബി പിങ്ക് ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത്. ആപ്ലിക്കോക്കിന്റെ ഡിസൈൻ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വരുമ്പം ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഒരു വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും. മുകൾ ഭാഗം വരുന്നത് പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ പോർഷൻ പ്ലെയിൻ വന്നിട്ട് ലോവർ ഏരിയയിൽ ഓഫ് വൈറ്റിൽ തന്നെയായിരിക്കും ആപ്ലിക്കോക്ക് വരുന്നത്. ആ ഒരു പാറ്റേണിൽ തന്നെയുള്ള മുന്താണി സെൽഫ് വീവിലാണ് ബ്ലൗസ്. നല്ല ബ്യൂട്ടിഫുൾ യെല്ലോ ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത് കേട്ടോ. നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ്. സെയിം സ്റ്റൈലിൽ തന്നെ ലോവർ ഏരിയ കംപ്ലീറ്റ് ആ ഒരു ആപ്ലിക്കോക്കിലായിരിക്കും സാരി വരുന്നത്. മുന്താണി സെയിം അതേ വർക്ക് തന്നെയായിരിക്കും പല്ലുവിൽ വരുന്നത്. ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്ന ബ്യൂട്ടിഫുൾ പൗഡർ ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ. പൗഡർ ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ. സെയിം സ്റ്റൈലിൽ തന്നെയാണ് ആപ്ലിക്കോക്ക് വരുന്നത് കേട്ടോ. ഫുൾ സാരി സെയിം പാറ്റേൺ. ലോവർ ഏരിയയിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. മുന്താണി കണ്ടിന്യൂ ചെയ്ത് അതേ വർക്ക് തന്നെയാണ് വരുന്നത്. പല്ലു സെൽഫ് വീവ് ഡിസൈനിലായിരിക്കും. ആ ഒരു പൗഡർ ബ്ലൂവിൽ സെൽഫ് വീവിലായിരിക്കും ബ്ലൗസ് വരുന്നത്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ ഓർഗൻസ സാരീസ്. ഓർഗൻസ ലവേഴ്സിന് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. കാരണം ഓർഗൻസ സാരീസ് എപ്പോഴും നമ്മുടെ വാർഡ്രോബിൽ ഒരു മസ്റ്റ് ഐറ്റം ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും വളരെ ക്ലാസി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ് ഓർഗൻസ. അതിൽ നല്ല ഡിഫറെന്റ് പാറ്റേണിലാണ് ഇന്നത്തെ വർക്ക് വന്നത്. നമ്മൾ നോർമലി കാണുന്നതിൽ നിന്നും വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ആപ്ലിക്കോക്കിന്റെ പാറ്റേണിലായിരുന്നു സാരീസ് വന്നത്. അതും നല്ല പേസ്റ്റൽ കളർ ചാർട്ടിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 28 ഡിഫറെന്റ് കളേഴ്സിലാണ് സാരീസ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ മിക്കവാറും ഈ ഒരു ഏതെങ്കിലും കളറിലെ ബ്ലൗസ് നമ്മുടെ കാണും. അപ്പം അങ്ങനെ നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. നമുക്ക് ഇതിന്റെ കൂടെ സെൽഫ് വരുന്നുണ്ടെങ്കിലും അഡീഷണൽ എഫേർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വണ്ണം വരുന്നത് കേട്ടോ. ഇതൊരു യങ്സ്റ്റേഴ്സിനും മിഡിൽ ഏജുകാർക്കും എല്ലാവർക്കും ആപ്റ്റ് ആണ്. കാരണം ഓർഗൻസ് എപ്പോഴും ഒരു സെമി ട്രാൻസ്പെറന്റ് ആയിരിക്കും സാരിയുടെ മെറ്റീരിയൽ. നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ട്രാൻസ്പെറൻസി ഫീൽ ചെയ്യില്ല. കാരണം ഇതിന്റെ കൂടെ വരുന്നതും സെൽഫ് കളറിൽ തന്നെയുള്ള ബ്ലൗസാണ് വരുന്നത്. കുറച്ചൊരു ഇറക്കത്തിലെല്ലാം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 ലെയറിലും ഡ്രേപ്പ് ചെയ്യാം. 1 ലെയറിലാണ് കൂടുതൽ ഒരു ക്ലാസി ലുക്ക് തരുന്നത്. 1 ലെയറിലായിരിക്കും. അത് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നമുക്കൊരു ലേസി പ്ലീറ്റ്സ് എടുത്തോ അല്ലെങ്കിൽ സ്മോൾ പ്ലീറ്റ്സ് എടുത്തോ ഒക്കെ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മുന്താണി എല്ലാം സെയിം അതേ സ്റ്റൈലിൽ തന്നെയാണ്. ഫുൾ ആ ഒരു ആപ്ലിക്കോക്കിൽ തന്നെയായിരിക്കും സാരിയുടെ പല്ലു. കളർ കോമ്പിനേഷൻ നല്ലൊരു ടീൽ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെൽഫ് വീവിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസും വരുന്നത്.